അഴിമതി നിരോധന വകുപ്പ് പ്രകാരം വി.ഡി. സതീശന് മേൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കറുടെ ഓഫീസിന് കൊടുത്ത സ്പഷ്ടീകരണത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന്, വി.ഡി. സതീശന്റെ പേരിൽ വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു പൈസയും വന്നിട്ടില്ല. രണ്ട്, വി.ഡി. സതീശൻ പ്രളയാനന്തരം ഈ ബർമിംഗ്ഹാമിൽ നിന്ന് പണം വന്നതിനു ശേഷം, അഥവാ പുനർജനി ഫൗണ്ടേഷന്റെ ഭാഗമായ മണപ്പാട്ട് ഫൗണ്ടേഷനിൽ പണം വന്നതിന് ശേഷം ഒരു സ്ഥലവും സ്വന്തം പേരിൽ വാങ്ങിയിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിൽ പണം ദുരുപയോഗം ചെയ്തതായിട്ട് തെളിവ് കണ്ടെത്താനും വിജിലൻസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം വി.ഡി. സതീശനെതിരെ കേസ് നിൽക്കില്ല എന്ന് കണ്ടെത്തിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരിന്റെ വിജിലൻസ് ആണ്. വിജിലൻസ് സ്പീക്കറുടെ ഓഫീസിന് കൊടുത്തിരിക്കുന്ന സ്പഷ്ടീകരണത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം വി.ഡി. സതീശന്റെ പേരിൽ ഒരു കേസില്ല. 2018 കേരളം വിറങ്ങലിച്ചു നിന്ന സമയത്ത്, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കാര്യമായി ഒരു സഹായം വരാത്ത സമയത്ത്, വിദേശത്തു നിന്നുള്ള ഭരണാധികാരികൾ പോലും ഗൾഫിൽ നിന്ന് നമുക്ക് പണം തരാൻ സഹായം തരാമെന്ന് പറഞ്ഞ സമയത്ത് അത് തടഞ്ഞ കേന്ദ്ര സർക്കാർ. ആ സമയത്ത് വി.ഡി. സതീശന്റെ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയും അവിടെ പോയി പണം പിരിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ വി.ഡി. സതീശനെ കേസെടുക്കാനാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ തോക്കും. BJP ആണ് കേസെടുക്കുന്നതെങ്കിൽ കേരളത്തിൽ അതിന്റെ പേരിൽ തന്നെ അവർക്കൊരു ഒരു കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ പോവും. വി.ഡി. സതീശൻ ചെയ്ത എത്തിക്കലി ശരിയായ ഒരു കാര്യമുണ്ടല്ലോ, നിയമം അവിടെ നിൽക്കട്ടെ. പണം ചോദിച്ചല്ലേ ഉള്ളൂ, അത് വീട്ടിൽ കൊണ്ടുപോകാനല്ലോ, തയ്യൽ മെഷീന് വേണ്ടിയിട്ടല്ലേ, അതിരിക്കട്ടെ, അത് വരട്ടെ. അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും 3-4 യൂണിറ്റ് ഒരു ഹോട്ടലിന് മുൻപിൽ തമ്പടിച്ച് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു ഹോട്ടലിൽ നിർത്തുന്ന സമയത്ത് ഇത് ലീക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുകയാണ്? വി.ഡി. സതീശനെതിരെ ശത്രുതയുള്ള നേതാവിന് പോലും വി.ഡി. സതീശനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയാണ്. ക്ലാരിറ്റിയോട് കൂടി എല്ലാവരും പറയുന്നത് എന്താണ്? ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അതുപോലെ തന്നെ ഓളപ്പടക്കം കാട്ടി പേടിപ്പിക്കേണ്ടതുള്ളൂ. ഞാൻ പറയുന്നത് 3-4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്ത നടപടികളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് സർക്കാരിന്റെ ഭാഗത്ത്. പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം പ്രതിപക്ഷത്തെ ഐക്യത്തോടെ നിർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത രാവിലെ വന്നതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഐക്യം, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ നേതാക്കളുടെ ഐക്യമാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ഒന്നുകൂടി ചൂട് പകരാൻ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം നൽകാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം സഹായിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ നേതാക്കന്മാരെ മുഴുവൻ നിരത്തി നിർത്താൻ പറ്റുന്ന പരിപാടികൾ പറയുന്നത് CPM നടത്തേണ്ടതല്ലേ, ഇടതുപക്ഷം നടത്തേണ്ടതല്ലേ, ഈ ഇലക്ഷന്റെ അവലോകന യോഗങ്ങൾ നടക്കേണ്ടതല്ലേ? അവിടെയൊക്കെയല്ലേ ഈ നേതാക്കന്മാർക്ക് ഇതിന് ചർച്ച ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. അത് വെച്ചിട്ട് വേണ്ട ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ 2 ദിവസത്തെ പ്രോഗ്രാമിനെ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെയാണോ ചെയ്യുന്നത്? ആ സ്ഥലത്ത് എന്താണ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി? അപ്പം ഞാൻ ഇന്ന് നോക്കുകയായിരുന്നു, ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എന്തെങ്കിലും വാർത്ത ഇതിന്റെ കൂടെ കൂട്ടിക്കൊടുക്കാനുണ്ടോ നോക്കുമ്പോൾ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നോക്കുമ്പോൾ പിന്നെ അവിടെ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. സുരേന്ദ്രൻ, പിന്നെ സണ്ണി ജോസഫ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബാക്ക് ടു ബാക്ക് ബൈറ്റുകൾ. അപ്പം നേരത്തെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലൊരു അവസരം വി.ഡി. സതീശന് കിട്ടാനില്ല. കാരണം ഇലക്ഷന് 100 ദിവസം മുൻപ് ഇത്രയും വലിയൊരു അവസരം കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്.